അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ. മബഅദ്. സ്നേഹധീരനായ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് ഇമാം അൽ ബൈഹഖി റഹ്മത്തുള്ളാഹിയുടെ അൽ അസ്മാഉ വസ്സിഫാത്ത് ലിൽ ബൈഹഖി എന്ന ഗ്രന്ഥത്തിലെ ഹദീസ് വിവരണ നമ്പർ 123. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ നാമങ്ങളിലെ ഒരു നാമമാണ് റബ്ബ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സർവ്വ കർമ്മങ്ങളും വിശേഷണങ്ങളും അടങ്ങുന്ന റുബൂബിയയിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ അത് വിശാലമായി വിവരിക്കേണ്ട ഒരു നാമമാണ്. ഒരടിമക്ക് ഈ ലോകത്തെ നിലനിൽക്കാനും ഈ ലോകത്തെ ആസ്വദിക്കാനും ഈ ലോകത്തിൽ സമാധാനമടയാനും എല്ലാത്തിനും അവന് ആവശ്യമാണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ നിന്ന് സഹായം ലഭിക്കൽ. അള്ളാഹുവിൻ്റെ സൃഷ്ടി കർത്തൃത്വമായ റുബൂബിയത്തിൽ നിന്ന് ലോഡർഷിപ്പിൽ നിന്ന് സഹായം ലഭിക്കൽ. ഒരടിമ എത്രത്തോളം ദുർബലനാണ് എന്ന് വെച്ചാൽ അവൻ്റെ ഹൃദയത്തെ അവന് തന്നെ സംതൃപ്തനാക്കാൻ കഴിയില്ല. അവന് എന്ത് സമ്പാദിച്ചാലും കാര്യമില്ല, എത്ര അധികം ഇണകളെ സമ്പാദിച്ചിട്ടും കാര്യമില്ല, ചില നബിമാർക്കൊക്കെ ലഭിച്ചതുപോലെ. അതേപോലെ എത്ര അധികം സമ്പാദിച്ചിട്ടും കാര്യമില്ല, എത്ര അധികം സ്ഥാനമാനങ്ങൾ സമ്പാദിച്ചിട്ടും കാര്യമില്ല. ഹൃദയത്തിനെ വേണ്ടുവോളം ആസ്വദിപ്പിക്കാനും സമാധാനിപ്പിക്കാനും സംതൃപ്തമാക്കാനും അത് ആർക്കും കഴിയില്ല. അതിൻ്റെ സൃഷ്ടാവായ റബ്ബിന് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ കഴിയുള്ളൂ. അത് അല്ലാതെ ചിന്തിക്കുന്ന ആളുകൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, വിഭവങ്ങൾ കൂടുന്നതിനനുസരിച്ച് ആസ്വാദനങ്ങളും ആനന്ദവും കുറഞ്ഞു വരിക ചെയ്യുക. പക്ഷേ പിശാചി പറയും, ഇനിയും വിഭവം കൂട്ടി നിനക്ക് ആസ്വാദനം വരും, ഇനിയും ആസ്വാദനം വരും. അപ്പോൾ നമ്മൾ കാണാറുണ്ട്, ബോംബെയിലെ സൂപ്പർ ടാക്സ് നൽകുന്ന ട്രേഡേഴ്സിന് എക്സ്പോർട്ടേഴ്സിന് സൗദി അറേബ്യയിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ 90 വയസ്സിലും അദ്ദേഹം സൗദിയിൽ വീണ്ടും വന്നിട്ട് എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്യാനുള്ള പുതിയ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. കാരണം അയാൾക്ക് തൃപ്തിയായിട്ടില്ല അയാളുടെ സമ്പാദ്യം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം സംതൃപ്തി അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് മാത്രമേ അവൻ നൽകുകയുള്ളൂ വേണ്ടുവോളം. അതേപോലെ ആസ്വാദനം അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അത് അവൻ്റെ അടിമകൾക്ക് മാത്രമേ വേണ്ടുവോളം നൽകുകയുള്ളൂ. മറ്റുള്ള എല്ലാ ആളുകൾക്കും നാമമാത്രമായത് നൽകും. ഇവിടെ പരലോകത്ത് 0 ഒന്നും നൽകില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വിജ്ഞാന പ്രകാരമാണ് അള്ളാഹുവിൻ്റെ റുബൂബിയ ഉണ്ടാകുക. അതാണ് അതിൻ്റെ പ്രോട്ടോകൾ, ഭരണഘടന. അള്ളാഹു എങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പ്രകാരവും നബിചര്യ പ്രകാരവുമായിരിക്കും. പിശാചിൻ്റെയോ നമ്മുടെ മാനസിക ഇച്ഛ പ്രകാരമോ അല്ല എന്നാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി എല്ലാം വിവരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആസ്വാദനവും ആനന്ദവും സന്തോഷവും യഥാർത്ഥ രൂപത്തിൽ അത് നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. അത് അള്ളാഹു ആവശ്യം, ശരീരത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ ആവശ്യം സൃഷ്ടിച്ചവനെ അതിൻ്റെ സാറ്റിസ്ഫാക്ഷനും സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. രണ്ടും ഒരേ ശക്തിയാണ് സൃഷ്ടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബ്, അവൻ്റെ റബ്ബൂബിയിൽ നിന്നാണ് അത് ലഭിക്കുക. ബുദ്ധിമാന്മാരെ അത് തിരിച്ചറിയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത്തരം വിശ്വാസികളായ ബുദ്ധിമാന്മാരിൽ പെടുത്തി നമ്മളെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ റബ്ബ് എന്നുള്ളതിൻ്റെ ഭാഷാർത്ഥം നമ്മൾ വിവരിച്ചു. അല്ലാഹു അസ്സ വജല്ല, അതിപ്രൗഢിയുള്ള അള്ളാഹുവാണ് റബ്ബ്, സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. ഹുവ റബ്ബു കുല്ലി ഷൈഇൻ, ഐ മാലിക്കു, എല്ലാത്തിൻ്റെയും നാഥനാണ് അവന്. ഭൗതിക ശരീരത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ മാനസികമായ അവസ്ഥയിൽ സന്തോഷത്തിൻ്റെയും എല്ലാം നാഥൻ അവനാണ്. അവന് ഇഷ്ടപ്പെടുന്നവർക്ക് അത് യഥാർത്ഥ രൂപത്തിൽ നൽകും, ഇഷ്ടപ്പെടാത്തവർക്ക് അത് ചെറിയ രീതിയിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രീതിയിലോ നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ അതിലൊന്നും റുബൂബിയയിൽ ശാരീരികമായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്ന, അതേപോലെ മാനസികമായ ഗുണങ്ങളും ആസ്വാദനങ്ങളും സംതൃപ്തിയും ലഭിക്കുന്നതിലൊന്നും ലാ ശരീക ലഹു, അത് അള്ളാഹു ആർക്കും ഏൽപ്പിച്ചിട്ടില്ല, ആർക്കും നൽകിയിട്ടില്ല. അത് അവന് മാത്രമാണ് നൽകേണ്ടത്. വഹുവ റബ്ബുൽ അർബാബ്, അവനാണ്. നമ്മൾ പറയും കൃഷ്ണൻ ലോഡ് കൃഷ്ണ, അതേപോലെ
ലോർഡ് ജീസസ് എന്നെല്ലാം പറയും. ജീസസ് ആണ്, യേശു ആണ് പ്രപഞ്ചനാഥൻ, അല്ലെങ്കിൽ കൃഷ്ണനാണ് പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ എണ്ണമറ്റ ലോഡുകൾ, ഡ്യൂപ്ലിക്കേറ്റ് ലോഡുകളുണ്ട്. അതിൻ്റെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് റബ്ബ്. അതാണ് ഓ റബ്ബുൽ അർബാബ്. എല്ലാ റബ്ബുമാരുടെയും റബ്ബാണ്, ഒറിജിനൽ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മാലിക്കൽ മുലൂക്ക് വൽ അംലാക്ക്, പ്രപഞ്ചത്തിൻ്റെ അധികാരത്തിൻ്റെയും പ്രപഞ്ച ശക്തികളുടെയും രാജാക്കന്മാരുടെയും മുകളിലുള്ള രാജാവ്, അവരെ ഭരിക്കുന്നവൻ, ഭരണാധികാരികളുടെ ഭരണകർത്താവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല കടിഞ്ഞാണിട്ട് നിർത്താത്ത യാതൊരു ഭരണാധികാരിയും ഇല്ല, യാതൊരു പ്രജകളുമില്ല ഈ പ്രപഞ്ചത്തിൽ, അതേപോലെ യാതൊരു ജീവജാലങ്ങളും ഇല്ല. സുബ്ഹാനല്ലാഹ്. അവൻ്റെ റുബൂബിയ്യ, അവൻ്റെ സൃഷ്ടികർത്തൃത്വം നമുക്ക് അനുകൂലമാകണമെങ്കിൽ അവൻ്റെ പ്രോട്ടോകോളായ വിശുദ്ധ ഖുർആനെ നമ്മൾ അംഗീകരിക്കണം. നമ്മൾ പറഞ്ഞു അതിൻ്റെ തർജ്ജമ അംഗീകരിക്കാനല്ല, ചെറിയ % തർജ്ജമയെ കിട്ടുള്ളൂ. അതിൻ്റെ അറബി ഭാഷ അറിഞ്ഞ് അതിൻ്റെ തഫ്സീറുകൾ നമ്മൾ അംഗീകരിക്കണം. അതേപോലെ ജീവിതത്തിൽ പകർത്തണം. അതേപോലെ അതിൻ്റെ ഇൽമ ഖഫിയായ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി മദാരിജ് സാലിക്കിൽ പറഞ്ഞിട്ടുള്ള ഇൽമ ഖഫിയായ തഖ്വയിൽ കൂടെ അറബി ഭാഷ അറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിജ്ഞാനം, ഹിക്മത്ത് ലഭിക്കുമ്പോഴാണ് നമുക്ക് ആരാധനകൾ യഥാർത്ഥ രൂപത്തിലാക്കാൻ കഴിയുക. അതും ലഭിക്കുമ്പോഴാണ് ഈ ലോകം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക, പരലോകം ആസ്വദിക്കാൻ കഴിയുക. അതൊന്നും ലഭിക്കാത്തവന് ഈ വിശുദ്ധ ഖുർആനെ ചുമക്കുന്നത് മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലം യഹ്മിലുഹ കമസലിൽ ഹിമാറി യഹ്മിലു അസ്വാറ എന്ന് പറഞ്ഞ പോലെ സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ സൂക്തത്തെ പോലെയാണ് ഈ വേദഗ്രന്ഥം. ഇമാം തവറി പറഞ്ഞത് വേദഗ്രന്ഥം ചുമക്കുകയും അത് പാരായണം ചെയ്യുകയും എന്നാൽ അതിലുള്ള ഗുണങ്ങൾ നേടാൻ കഴിയുകയും ചെയ്യാത്തവനാണ്, കൈതനേക്കാളും മോശമാണ് അവരെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ റുബൂബിയ്യ നമുക്ക് അനുകൂലമായി ലഭിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധ ഖുർആൻ്റെ യഥാർത്ഥ വിജ്ഞാനം വേണം. ഈ പറഞ്ഞതുപോലെ വ്യക്തമാകുന്ന വിജ്ഞാനം വേണം, ഗോപ്യമാകുന്ന വിജ്ഞാനം വേണം. തഖ്വ വലിച്ച ലഭിക്കുന്ന വിജ്ഞാനമാണ് ഗോപ്യമാകുന്ന വിജ്ഞാനം. ഇൽമ ഖഫി ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി വിവരിച്ചത് അതും വേണം. അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിൽ നിന്നുള്ള പല ഓഫറുകളും നേടിയെടുക്കാൻ കഴിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഹൃദയം നിറയെ ഒരു ശുദ്ധമായ ജലം അവന് അല്ലെങ്കിൽ അവളെ കുടിച്ചാൽ സംതൃപ്തിപ്പെടാത്ത രൂപത്തിലായിരിക്കും അവന് ഇണയുമായി ചേരുന്നതും അവൻ്റെ എതിർലിംഗവുമായിട്ട് എടുക്കുന്നതും എല്ലാം. അവന് കരുതുന്നതല്ല ആസ്വദനത്തിൻ്റെ രൂപമാണ് വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ലഭിക്കില്ല തർജമയിലൂടെ, അത് തഖ്വയിലൂടെയാണ് ലഭിക്കുക. അതിൻ്റെ കുറേ രൂപങ്ങൾ നമുക്ക് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ എല്ലാ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷേ അതും വേണം തർജമയിലൂടെ, അതും തർജമ ചെയ്താൽ ലഭിക്കില്ല. കാരണം അതിൻ്റെ ലമീറുകൾ, അതിൻ്റെ പ്രൊണൗണുകൾ, അതിൻ്റെ സർവനാമങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ട് മടങ്ങും അങ്ങോട്ട് മടങ്ങും. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ തഫ്സീറിൽ ചിലപ്പം നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ തർജമയിൽ അങ്ങനെ വിവരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ റബ്ബ് യുത്ലക് ഫിലുക അല അൽ മാലിക്, ഭാഷാർത്ഥത്തിൽ മാലിക്കാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്, സയ്യിദാണ്, മുദബ്ബിറാണ്. മുദബ്ബിർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരാണ്. പ്രപഞ്ചത്തിലെ സൂര്യൻ എത്ര ദൂരം ഉദിക്കണം, അത് ഒരു ചാണ അടുത്ത് വന്നാൽ ഭൂമിയിൽ എത്ര നാശനഷ്ടങ്ങളുണ്ടാവും, എഴുതാൻ ദൂരെ പോയാൽ എത്ര നാശനഷ്ടങ്ങളുണ്ടാവും എന്നെല്ലാം നിയന്ത്രിക്കുന്ന മുദബ്ബിറാണ് അവന്. എവിടെ മഴ വർഷിക്കണം, നമുക്കറിയാം സൗദി അറേബ്യ പോലുള്ള അറബി നാടുകളിൽ മഴ വർഷിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും സമയത്ത് മഴ വർഷിച്ചാൽ ഭൂമിയിൽ അപ്രകാരമാണ്, ഭൂമി മണ്ണ് കുടിക്കില്ല. സൗദി അറേബ്യയിൽ അങ്ങനത്തെ മണ്ണാണ്, മഴ നൽകാത്ത നാടായതുകൊണ്ട് അപ്രകാരം മണ്ണാണുള്ളത്. എന്നാൽ ഇന്ത്യയിൽ ഭൂമി മണ്ണ് കുടിക്കും. സുബ്ഹാനല്ലാഹ്. അവിടെ മഴ ലഭിക്കുന്ന നാടാണ്. അങ്ങനെയെല്ലാം ആ കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ട് ഉള്ള മുദബ്ബിറാണ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണ്. ഭൂമിയിൽ സംഭവിക്കേണ്ട മനുഷ്യ വ്യക്തികളിൽ സംഭവിക്കേണ്ട ശാരീരികമായ കാര്യങ്ങളും മാനസികമായ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനവനാണ്. അതുപോലെ മുറബി, ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് വിജ്ഞാനവും അറിവും നൽകി വളർത്തുന്നവനവനാണ് എന്നെല്ലാം അതിനർത്ഥമുണ്ട്. അതുപോലെ കയ്യും, നിയന്ത്രണം നടത്തുന്ന, പ്രപഞ്ചത്തിലെല്ലാം നിയന്ത്രിക്കുന്നവനെന്നും മുൻഇം, എല്ലാത്തിനെയും അനുഗ്രഹങ്ങൾ അതുപോലെ ഔദാര്യം നൽകുന്നവൻ എന്നെല്ലാം അതിന് അർത്ഥമുണ്ടെന്ന് നമുക്ക് കാണാം. ലിസാനുൽ
അൽ അറബിൽ വോളിയം 1 പേജ് 399 ഇമാം ഇബ്നു മൻദൂർ റഹ്മത്തുള്ളാഹി വിവരിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹുവാണ് റബ്ബ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നവൻ. എന്നാൽ നമ്മൾ പറയാറുണ്ട് സമസ്തയിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഭൂരിഭാഗം വിശ്വസിക്കുന്നത് അത് ഷിയ മടവൂര് ഔലിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൻ്റെ റുബൂബിയ്യയിൽ ശിർക്ക് ആരോപിക്കുന്നതാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വലിയ ശിർക്ക് തന്നെയാണ്. അത് നരകത്തിൽ ചെന്ന് അവസാനിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വല്ലാഹു അലം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.